Hey guys, welcome back to my YouTube channel and this vlog is about my Kashmir trip. അങ്ങനെ പാക്കിംഗ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു ബാഗിൽ 15 kilograms കൊണ്ടുപോയിരുന്നു. ആൻഡ് പിന്നെ ഇത് നടക്കുന്നത് വാസ് ഓൺ മാർച്ച്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നല്ല രീതിക്ക് വൈകിപ്പോയിരുന്നു. എത്ര മണിക്കാണ്? അരമണിക്കൂർ അങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്ന മുമ്പായിട്ട് നമ്മൾ റിഫ്രഷ്മെന്റ് കഴിച്ചിരുന്നു. ബാഗിന്റെ വള്ളി ഏതാണ്? अगले वीकेंड में नरवेल पे जाओगे. Please, thank you. So this is Kurichinagal Station and കൊച്ചിയിൽ നമ്മൾ പോയത് നേരെ ടു ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി. ഇവിടെ നമ്മൾ കുറച്ച് സമയം ലേ ഓവർ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2 മണിക്ക് വെളുപ്പിൽ 2 മണിക്ക് നമ്മൾ അവിടെ എത്തിയതാണ്. ആൻഡ് പിന്നെ നമ്മളുടെ അടുത്ത ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 5 AM ആ സമയത്തായിരുന്നു. സോ ഇത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഹെഡിങ് ടു ശ്രീനഗർ. नमस्कार, कृपया ध्यान दें सभी अतिथियों से निवेदन है अपने as we are switching around, we are required to place only one hand. Yes, this was our hotel Nishad View. ആൻഡ് ഇതിൻ്റെ അകത്ത ഇൻറ്റീരിയേഴ്സ് വാസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്. കാരണം ആ ഒരു കൗച്ചിൻ്റെ ഡിസൈൻ ആണെങ്കിലും അല്ലാണ്ട് വോളിലെ ആ ഒരു ഡിസൈൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ഇവരുടെ ആ ഒരു പുറകിൽ ഒരു ഷോപ്പ് പോലെയാണ്. എസ്പെഷ്യലി ഈ ഒരു ഷോളും പിന്നെ അവിടുത്തെ ആ ഒരു കൈൻഡ് ഓഫ് വർക്ക്സ് ഒക്കെ കിട്ടുന്ന ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഫ്രെയിമിൻ്റെ. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പോയത് വാസ് ടു ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ കാശ്മീർ. സോ ഈ ഒരു ടെമ്പിളിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് കയറാനുണ്ട്. ആൻഡ് ഇത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ടയേർഡാവും. സോ ഞാനും മാളും അവിടെ ഇരുന്നു, കാരണം നമ്മൾ അത്യാവശ്യം ടയേർഡായിരുന്നു. പിന്നെ മമ്മി ഓൾസോ വാസ് ഇൻക്ലൂഡിങ് മീ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്. കാരണം ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഈ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും നല്ല പാടായിരുന്നു. ഇറങ്ങാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാസ് ടു ഷിക്കാര റൈഡ് അറ്റ് ഡാൽ ലേക്ക്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ അതായത് അവിടുത്തെ അപ്പോൾ അതും കുടിച്ചു. ആൻഡ് ദിസ് വാസ് ടു ഷിക്കാര റൈഡ്. പോകാൻ പറ പനില്ലേ? പണ്ട് പാല് അതൊക്കെ തരുമായിരുന്നു. അത് ഒരെണ്ണോടത്ത് ഒരു തിളക്ക് അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ ടയർഡായതുകൊണ്ട് രാത്രി ഫുഡിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിറ്റേ
ദിവസം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റാണ് അവിടെ. വെയിലുണ്ട് പക്ഷെ ശരിയായി. Hai आपण 500 कारनं मात्र पे बागायत आवड मेशोय अर्धा तास कॅथा बागायत എല്ലാവരും ചുണ്ണ നമ്മൾ എപ്പോഴെല്ലാം നിർത്തുള്ളൂ. നീ എന്താ അവസ്ഥ സോ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ ഡെസ്റ്റിനേഷൻ പോയിന്റിലും. ആൻഡ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ടു സോൻമാർഗ്, വിച്ച് ഈസ് ലൈക്ക് എ സ്നോ ക്യാപ്ഡ് പ്ലേസ് ആണത്. മൊത്തം സ്നോ ആയിരിക്കും. സോ യെസ്, നമ്മൾ സോൻമാർഗിൽ പോകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ടണൽ, സോൻമാർഗ് ടണൽ, അവിടെ കൂടിയൊക്കെ പാസ് ചെയ്തായിരുന്നു നമ്മൾ. Having noodles, Maggi noodles. Must try item ആണ് this one. പിന്നെ മേടിച്ചാ noodles, Maggi noodles. ഞാൻ പേഴ്സണലി മാഗി നൂഡിൽസിന്റെ ഒരു ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും ഈ മാഗി നൂഡിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഈസ് സോ ടേസ്റ്റി. ഈ മഞ്ഞിൻ്റെ ഇടക്കൂടി എന്നിട്ട് ഈ ഒരു ചൂട് സംഭവം കഴിക്കാൻ ഇറ്റ്സ് ഈസ് സോ ടേസ്റ്റി. അവളെ കൊടുത്തു ഒരേ സാധനം ചായ ഹേ ചായ. भाई गरम पानी मिलेगा? മറ്റുള്ളവരെ നോക്കണില്ലേ ഇങ്ങനത്തെ കച്ചവടക്കാരെ ഫോട്ടോ വെച്ചിട്ട് പനീറാ ഡോണ്ട് ടെൽ മീ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. पानी जल्दी दे दो. അടുത്തോടുത്തു നമ്മളൊന്ന് പീസാക്കിയ അവള് ചായ അതുപോലെ അലീനയും അത് മുഴുവൻ. അപ്പോൾ സെക്കൻഡ് ഡേയിലുള്ള ഫുഡ് നമ്മൾ ലഞ്ച് ഇപ്പോഴാണ് കഴിക്കുന്നത്. ലൈക്ക് 5:40 ആയിപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കഴിച്ച ഫുഡാണ് എന്താ കഴിച്ച പനീർ കഴിച്ച്, പിന്നെ ആലു പൊറോട്ട, ആലൂര് സംഭവം ഒരു ആലു സ്പെഷ്യലായിരുന്നു അത്, പിന്നെ പൊറോട്ട, പിന്നെ വേറെ എന്താ വെച്ചാൽ ഫ്രൈഡ് റൈസ് കഴിച്ച്. അതും അല്ല, അത് എരിവുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എരിവുള്ളതുകൊണ്ട് പ്ലെയിൻ ഫ്രൈഡ് റൈസും ഉണ്ട്. ഷെസ്വാൻ കഴിച്ചു. ഷെസ്വാൻ വാസ് ലൈക്ക് എ ബിറ്റ് സ്പൈസി, വെറസ് പ്ലെയിൻ ഫ്രൈഡ് റൈസ് വാസ് ലൈക്ക് നോർമൽ. അത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് ഫ്ലേവർ ഫുഡ് ഇപ്പോഴാണ് കിട്ടിയത്. ഹോട്ടലിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തുനിന്ന് നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ് വാസ് സോ പത്തറ്റിക് ബിക്കോസ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഫുഡ്. ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കാശ്മീർ വന്നിട്ട് കാശ്മീരിയൻ ഫുഡ് കഴിക്കണം അല്ലേ. ഇവർക്ക് കാശ്മീരിലെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അഫ്കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, കാശ്മീരുകാരുടെ അടുത്ത് കേരളത്തിൽ വന്നിട്ട് നമ്മുടെ ചോറും ചാള പുളിയിട്ട് വെച്ചതും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ആയിരുന്നു ഇത്. ഇവരുടെ ചിക്കൻ റൈസ്, കുഷ്ക റൈസ്, അങ്ങനെ പല പല കുറേ റൈസ് ഉണ്ടായിരുന്നു. ഷമ്മി, കബാബ് റൈസ്. സോ ഇതൊക്കെ ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ റൈസ്. അത് എല്ലാ റൈസ് ഡിഷസിനും സെയിം ആയിരിക്കും, കറി മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതാണ് ആ ഒരു പ്ലേസ്. ദിസ് ഇസ് ലൈക്ക് ഇറ്റ്സ് നൈസ്. വി ആർ ഹെഡിങ് ബാക്ക് ടു അവർ വണ്ടി. അവിടെ നിന്ന് കിങ്ങിണി എത്തി നോക്കുന്നുണ്ട്. കിങ്ങിണിയുടെ കൈ പൊട്ടിയിട്ട് അവൾക്ക് കൈ വേദന എടുക്കുന്നുണ്ട്. സോ ഷി വാസ് ലുക്കിംഗ് ഫോർ വാസ്ലിൻ. ഇതാണ് നമ്മളുടെ വണ്ടി. ഷോ ഇവിടുത്തെ പട്ടിയുണ്ട് കേട്ടോ. ഇവിടുത്തെ പട്ടിക്കൊക്കെ നല്ല മുഴുപ്പുമാണ്, നല്ല സൈസും ഉണ്ട്. പ്ലസ് ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് ലൈക്ക് എ ഷീപ്പ്. ഇതാണ് നമ്മളുടെ ആ ഒരു ഡ്രൈവർ. പുള്ളിയുടെ പേരെന്തായിരുന്നു? ഫറൂഖാണ് നമ്മളുടെ
ഡ്രൈവർ ജി. അപ്പോൾ 3rd ഡേ ഓഫ് കാശ്മീർ ട്രിപ്പാണെന്ന്. ആൻഡ് നമ്മൾ രാവിലെ 7:50 ആയപ്പോഴത്തേക്കും മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാനും മമ്മിയും കൂടി താഴേക്ക് പോകാൻ പോവാണ്. ഐ ഷോ യു പറ്റുവാണെങ്കിൽ. ഓക്കെ ഗൈസ്, ഞങ്ങളപ്പോൾ ഇന്ന് വന്നപ്പോഴേക്കും നേരത്തെ വന്നു. 8 മണിക്കാണ് ശരിക്കും ഫുഡ് റെഡി ആവുന്നത്. ഇപ്പോൾ ചായ മാത്രമേ ഉള്ളൂ. പിന്നെ പോഹയുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ കോൺഫ്ലേക്സ് എടുത്തു. ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ബ്രെഡും ജാമും ഞാൻ കഴിക്കാൻ പോവാണ്. എൻ്റെ ബാക്കിൽ കിങ്ങിണിയും മാളുണ്ട്. ആലു പറാത്തയും അച്ചാറും പിന്നെ എന്തോ ഉപ്മാവാണോ അത്? ഉപ്മാവും കോൺഫ്ലേക്സ്. അവർക്ക് ചായ വേണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് മതി. അപ്പോൾ ആലു പറാത്ത, തൈര്, അച്ചാറ്, ഉപ്മാവ്, മുട്ട ഒഴുകിയത്. ഇതാണ് അടുത്ത ഫുഡ്. യെസ്, അവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. 8:20 AM. അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി റൂമിലേക്ക് പോവാം. അതായത് അവിടെ നിന്ന് നമ്മൾക്ക് കുറച്ച് ബാഗും അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഷാർപ്പ് 9 മണിക്ക് നമ്മളുടെ വണ്ടി വരും. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് ഈസ് ടു ഗുൽമാർഗ്. അവിടെ നമ്മൾ കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. ഗൊണ്ടോള റൈഡ്, കേബിൾ റൈഡ്. അപ്പൊ ഇതാരോടാ പറയണേ? ഓക്കെ. സ്ലഡ്ജ് ജേണി നമ്മൾ കേബിൾ കാറിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 1500 രൂപ 1200 രൂപയൊക്കെ പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ വേറെ 250 രൂപ പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് വേണ്ട പശുവിനോടെയാണ്. क्या करना है सर? रखो इनके साथ ही ये देखो। नहीं आपको ऊपर लगेगा, हेल्प करेगा, स्लिपरी है। अरे क्या भाई लाइन में હવે ઈ પોલે છે સામે કે તમારું સામે കയറുന്ന ലൈനിലേക്കാണ്. നല്ല ക്യൂ ആണ്. നല്ല ക്യൂ ആണ്. ഗുണ്ടോള കേബിൾ കാറിലേക്ക് എൻട്രി പോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:30 മണിക്ക് വന്നാണ്. നിലവിൽ 50 അടുത്തോണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ടൈം സ്ലോട്ട് 11:30 അവിടെ ഐ ഡി കാർഡ് કાઢીકોണ്ടിരിക്കുകയാണ്. અહીંયાથી પેલી કેબલ રાઈડ ચાલુ થાય છે ઉપર જઈને, એમાં બેસાડે છે, ઉપર લઈ જાય. 9 મિનિટની કેબલ રાઈડ થાય છે. ഓക്കെ, આખું આજુબાજુ വീണ്ടും ക്യൂ ആണ്. ക്യൂവിൽ നിന്ന് ക്യൂ മോചനമില്ല. ക്യൂ മാത്രം. അങ്ങനെ ആഫ്റ്റർ എ വെരി ലോങ് ക്രൗഡ് ആൻഡ് ബിസി പ്ലേസ് നമ്മൾ അവസാനം ഗൊണ്ടോള കേബിൾ കാർ റൈഡിൽ കയറി. സോ ദിസ് കേബിൾ കാർ റൈഡ് ഈസ് ടു ഫേസ് 1. ഇവിടെ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 2 നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല, ബിക്കോസ് അവിടെ ചിലപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വി ഓപ്റ്റഡ് ഫോർ ഓൺലി ഫേസ് 1. സോ ഒരുപാട് നേരത്തെ ക്യൂവിന് ശേഷം നമ്മളിവിടെ ഗുൽമാർഗിൽ വന്നേക്കാണ്. അതായത് കേബിൾ കാറിൽ വന്നിട്ട് ഫേസ് 1 വന്നേക്കുക. വേണം. ആൻഡ് ഇവരിവിടെ കാപ്പി വാങ്ങിക്കുകയാണ്. അനദർ തിങ് ഈസ് ദാറ്റ് നമ്മളുടെ ക്ഷമ പോകും. കാരണം ഇവിടെ ഒരുപാട് ഇങ്ങനെ ലൈക്ക് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. വേറെ ഒന്നുമല്ല, പുറകെ നടന്നിങ്ങനെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളുടെ പുറകെ നടക്കും. ഇറ്റ് ഈസ് ലൈക്ക് ഇറിറ്റേറ്റിംഗ്. ആൻഡ് ഇവിടെ ഒരുപാട് ഇങ്ങനെ ബഹളമൊക്കെ വെക്കാറുണ്ട് ആൾക്കാർ. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്.
ഇവരില്ലെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇവരുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇറിറ്റേറ്റിംഗ്, ടു മച്ച് ഇറിറ്റേറ്റിംഗ്. ലൈക്ക് എവറി ടൈം നമ്മളുടെ പുറകെ വന്നിട്ട് ഇത് വാങ്ങിക്കുക അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തിരിക്കും. ഇനി ഞാനിപ്പോൾ കാപ്പി പിടിക്കാൻ പോവാം. ബൈ. This coffee cost 25 rupees and കുറേ ഉണ്ട്. സ്ലെഡ്ജിനുണ്ടാവും. പക്ഷെ ഇവർ ലൈക്ക് കിട്ടിയ പൈസ പറയുന്നത് ലൈക്ക് പെർ ഹെഡ് 1200 ഒക്കെ പറയും. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഹൗ യു ബാർഗെയിൻ. അതാണ് അവർ ആദ്യമേ തന്നെ 1200 പറയും. പക്ഷെ ഒരിക്കലും അതിലൊന്നും വീഴേക്കരുത്. നമ്മളിപ്പോൾ 100 റുപ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കും. ഇപ്പോൾ കുറേ പറയാടന്നിട്ട് സമ്മതിക്കും. സോ ബെറ്റർ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു നല്ല ഹൈ റേറ്റ് പറയും. ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ട്രാപ്പ്. പിന്നെ കുറേ കാര്യം പറയും. മേളിൽ പോകുമ്പോഴത്തേക്കും ഗ്ലൗസ് വേണം, സ്പെക്സ് വേണം, പ്രത്യേക സംഭവം വേണം എന്നൊക്കെ പറയും. പക്ഷേ ഓൾ യു നീഡ് ഈസ് ബൂട്ട്സ് ആൻഡ് ദിസ് സ്വെറ്റർ. ദാറ്റ്സ് ഇനഫ്. ഗ്ലൗസ് ഇല്ലെങ്കിൽ നോക്കി ഇറ്റ്സ് ഓക്കെ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഫൈൻ. പിന്നെ ലിപ് ബാമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇനഫ് ഗൈസ്. അങ്ങനെ നമ്മളുടെ ആക്ടിവിറ്റി making snowman is done. I hope you guys can see because I can't see. Yes, അങ്ങനെ snowman ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. Aldrin made a heart shape with I love Kochi. Yes, അങ്ങനെ we are going back. Bye bye. പിടിക്കാൻ വിളിച്ചാണല്ലോ അറിയോ. മസാല ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. ദേവന്മാരെ ഉണ്ടാക്കണവരെ കണ്ടാ തിന്നാൻ തോന്നുന്നില്ല. ഷോപ്പിംഗ് വന്നേക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എവറിത്തിങ്. केसर 80123 केक 80123. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം വി ആർ ഹെഡിങ് ടു പഹൽഗാം. ഞാൻ നേരത്തെ തുടങ്ങി വിചാരിക്കേണ്ടത് എന്തിനാ ഇങ്ങനെ മരമ്പച്ചേട്ടൻ തീപ്പെട്ടി കമ്പിക്കാവുന്ന ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴാണ് അത് ക്രിക്കറ്റ് ടൈമാണ്. ഇത് നമ്മളിന്ന് ആപ്പിൾ ഗാർഡനിൽ അങ്ങോട്ട് വന്നിരിക്കുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഉണങ്ങിയിരിക്കുക. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് തെർമോക്കോളിൻ്റെ അവർ ഭംഗിക്ക് തൂക്കിയിട്ടിരിക്കുക. സോ അവിടെ ഒരുപാട് വേറെ എന്തോ ആപ്പിളിൻ്റെ തന്നെ പല പല ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ചിപ്സ്, ദേ ഹാവ് ഗോട്ട് ആപ്പിൾ ചിപ്സ്. मिल्क शेक के साथ फाइडिंग के साथ ड्राई फ्रूट्स के साथ शोरी जल्दी. ഇത് ആപ്പിൾ അച്ചാറാണത്. ले जाओ सब भी ले जाओ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? ഇത് ആപ്പിൾ ചട്നിയാണ്. ഓക്കെ, ടേസ്റ്റ് ചെയ്തോ. आपिल चटनी का टेस्ट. ഓക്കെ, ഇത് ഒരു പാക്കറ്റിന് 50 രൂപയാണ് ഗൈസ്. നാച്ചുറൽ ആപ്പിൾ ജ്യൂസ്. ये पियो एक बार देखो. എന്തെങ്കിലും വന്നപ്പോ അറിയില്ല. അതല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ പോയപ്പോ പറയാൻ പോലെ തക്കാളിയൊക്കെ അങ്ങനെ പഹൽഗാമിലെ ഗോഡ സവാരി കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് തണുത്തിട്ടൊരു രക്ഷയില്ല. അപ്പോൾ നമ്മളിതാ ചൂട് മുട്ട വറുത്തതും പറയാണ്. ആൻഡ് ന്യൂഡിൽസ് നമ്മൾ പറഞ്ഞു, പക്ഷേ ന്യൂഡിൽസ് ഇവിടെ ആകെ 2 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് 5 പറഞ്ഞിട്ടുണ്ട് ന്യൂഡിൽസ്. യെസ്, ഇറ്റ്സ് സോ ഹോട്ട്. യു ക്യാൻ സീ പപ്പ ഹാവിങ് ചൂട് ഓംപ്ലേറ്റ്. നല്ല ചൂടാണ് ഇത്. കൈയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീസ് ആയിട്ടിരിക്കുക. യു ക്യാൻ സീ കണ്ടാ, ഹെയറൊക്കെ പോയല്ല. ചൂട് എൻ്റെ കൈ കൊണ്ട് കാറ്റാൻ നോക്കിയേ. ആ കൈ കൊണ്ട് എടുത്തപ്പോൾ ഒന്നും അറിയില്ല. കൈ കൊണ്ട് എടുത്തോളൂ. ആ ഓ
അറിയില്ല. ടേസ്റ്റി. One of the peculiarity of this place is ഇവിടെ സ്നോ ഇല്ല, പക്ഷെ നല്ല ഫ്രീസിങ് തണുപ്പാണ്. ഇത് നമ്മുടെ നൂഡിൽസ് പറഞ്ഞതാ. നൂഡിൽസ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ അങ്ങനെയാ. സോ 5 നൂഡിൽസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് വാവ്. ചായ കോഫി സാവേ ചായ കോഫി എന്തെങ്കിലും വേണോ? ഗൈസ്, ഈ തണുപ്പത്ത് ഈ ഒരു നൂഡിൽസ്, മാഗി നൂഡിൽസ്, എല്ലാവരും നിങ്ങൾ കാശ്മീർ വരുവാണെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് തിങ്. അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ നൂഡിൽസ് തണുപ്പത്ത് കഴിക്കുക. ഓക്കെ, മാഗി. വാവ്. ഞാൻ ഇനി എൻ്റെ ഫുഡ് കഴിക്കട്ടെ. ബൈ. Yes, this was the Ghoda Safari that we did at Pahalgam. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തു, പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് റിട്ടേൺ പോന്നു. അതിൻ്റെ ടോപ്പ് വരെ പോയില്ല. അങ്ങനെ ഗൈസ്, ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേ ഓഫ് ദി ട്രിപ്പാണ്. നമ്മളപ്പോൾ എപ്പോഴത്തേയും പോലെ ബ്രെഡും ജാമും, പിന്നെ കോൺഫ്ലേക്സ്, വി ഹാവ് ആലു പറാത്ത, പിന്നെ പോഹ. ആ പൊടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് വാസ് ടു ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. യെസ്, ഇപ്പോൾ ട്രെയിൻ വരും. ട്രെയിൻ ഇസ് ലൈക്ക് 10:40ക്കാണ് ട്രെയിൻ. നമ്മൾ ടിക്കറ്റ് എടുത്തു, 6 ടിക്കറ്റ് എടുത്തു, 20 rupees ഈച്ച്, ടോട്ടൽ 120. യെസ്, ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ആരുമില്ല കേട്ടോ. ആരുമില്ലെന്നല്ല, ലൈക്ക് തിരക്ക് വളരെ കുറവാണ് ഇവിടെ. യെസ് ഗൈസ്, അങ്ങനെ ശ്രീനഗറിൽ നിന്ന് നമുക്ക് ബെന്നിഹാലിലോട്ടുള്ള ട്രെയിൻ കിട്ടി. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര സ്ലോയിലാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് എൻ്റെ സൈഡിലിരിക്കുന്നത് ചെറിയ സ്മാളും, നമ്മളുടെ ഓപ്പോസിറ്റ് ഇതാ മമ്മിയും റിജൻ്റെ ഇപ്പുണ്ട്. ആൻഡ് പപ്പയും ആൾഡനും അവിടെ എവിടെയാണ് സീറ്റ് കിട്ടിയത്. നമ്മളെ യെസ് ഗൈസ്, അങ്ങനെ 6:30 നമ്മളിവിടെ ജമ്മു തവിയിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ ലഗേജ് എല്ലാം നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വെച്ചു. നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളുടെ ട്രെയിൻ വരുന്നത്. ആൻഡ് ഇപ്പോൾ ഞാനും മാളും ആൾഡറിനും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം ഇനി നമ്മളുടെ ഈ ഫുൾ നൈറ്റ് നമ്മൾ ട്രെയിനിലായിരിക്കും. സോ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് വരാം. ഐ വിൽ ഷോ യു ദം. ദേ ആർ ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നമ്മൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അറിയില്ല അവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത്, പക്ഷേ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി നൈസ്.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കഴിച്ചു. ഫ്രൈഡ് റൈസും മഞ്ചൂരിയൻ, വെജ് മഞ്ചൂരിയൻ, പിന്നെ അവള് ആലു പറാത്ത. ഓക്കെ, ഇതൊക്കെ വേറൊരു ഫ്ലേവർ ഇവിടുത്തെ ഫുഡിനൊക്കെ. സോ ഐ ഡോണ്ട് നോ വെദർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത്.